ഞാൻ പാർലമെൻറ്റ് ഇലക്ഷനുമായി മത്സരിക്കുന്ന സമയത്ത് എൻ്റെ അഡ്മിന്മാരായി ഒരുപാട് പേരെ നിയമിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിയമിച്ചിട്ടുണ്ട്, കാസർഗോഡ് നിയമിച്ചിട്ടുണ്ട്. കാര്യം അതാത് സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അപ്പം തന്നെ പ്രതികരിക്കാനാണ്. ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സകല അഡ്മിന്മാരെയും റിമൂവ് ചെയ്യാൻ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ എല്ലാ അഡ്മിന്മാരെയും റിമൂവ് ചെയ്തു. നിങ്ങൾക്ക് പരിശോധിക്കാം. എൻ്റെ PA ആയ നിസാറിനെയും അഡ്മിൻ സ്ഥാനത്ത് ഇന്നലെ നീക്കി. ഇനി ഞാൻ അറിയാതെ ഒരു അഡ്മിൻ എനിക്കുണ്ടാവത്തില്ല. കാര്യം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എൻ്റെ സോഷ്യൽ മീഡിയ മുഴുവൻ കൈകാര്യം ചെയ്തത് ബാംഗ്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നമ്മുടെ തീപ്പുര അബിനെന്ന് പറയുന്ന പ്രശാന്ത് കിഷോറിനോടൊക്കെ പ്രവർത്തിച്ച ആൾ. അവരാണ് KC വേണുഗോപാലിൻ്റെ ചെയ്ത്, അവരാണ് MK രാഘവൻ്റെ ചെയ്ത്, അവരാണ് എൻ്റെ സോഷ്യൽ മീഡിയ ചെയ്ത്. അപ്പോൾ അന്ന് ഒരുപാട് ആളുകളെ നമ്മൾ അഡ്മിനായി നിയമിച്ചു. കാര്യം നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ ഇവിടെ തളങ്കരയിൽ മലിക് ദിനാർ, അവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഒരു വീഡിയോ എന്നെപ്പോലിരിക്കുന്ന ഒരാളെ ചെയ്തു, കുറിമായിച്ചു, കയ്യിലെ കെട്ടഴിച്ചു വിട്ടു, പെട്ടെന്ന് എൻ്റെ മുണ്ടഴിച്ച് വലത്തുവശം ഇടത്തോട്ടാക്കി മാറ്റി. പിന്നെ പൊന്നാനിയിലെ മറ്റേ കട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ കാണിക്കാത്ത, ബാക്കിയെല്ലാം കാണിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി എനിക്കെതിരെ നടത്തുമ്പോൾ അപ്പോഴപ്പം അതിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി നിരവധി അഡ്മിന്മാരെ ഞാൻ നിയമിച്ചിട്ടുണ്ട്. പറഞ്ഞു. പിന്നെ ഈ ഡാർലിൻ എന്ന് പറയുന്ന ആൾ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലെ ഹെഡാണ് കാസർഗോഡ്. അയാൾ ലണ്ടനിൽ ഇരുന്നുകൊണ്ട് അതൊക്കെ ചെയ്യുന്നത് കൂട്ടിക്കോണം. ഇവിടെ നരേന്ദ്രമോദിക്കെതിരെ ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഒരാൾ ലണ്ടനിലെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അദ്ദേഹം ഇങ്ങനെ അവിടെ നടക്കുന്ന സഞ്ചാര സാഹിത്യമൊക്കെ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പൊറ്റക്കാരനെ പോലെ സഞ്ചാര സാഹിത്യം. അദ്ദേഹം പോകുന്ന ലണ്ടനിലെ മനോഹരമായ സ്ഥലങ്ങളൊക്കെ എടുത്ത്. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സോഷ്യൽ മീഡിയയുടെ ചുക്കാൻ പിടിക്കേണ്ട ഒരാൾ ലണ്ടനിലായിരുന്നു. മനസ്സിലായോ? അല്ല, അതിൽ പ്രകോപിതരായ ഏതെങ്കിലും ആളുകൾ കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടപ്പോൾ തന്നെ എൻ്റെ സകല അഡ്മിന്മാരെയും നീക്കി.